ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ ഇന്ന് നാളെയും വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് കൊടുക്കുന്നത്. ഇത് വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ അനാമിക നയന വീട്ടിൽ നിന്ന് പോയ സമയം നോക്കി അവിടെ അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പരമാവധി നമ്മുടെ നയനയുടെ അധികാരങ്ങളെല്ലാം പിടിച്ചു പറ്റുക, മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും സ്നേഹം പിടിച്ചു പറ്റുക, അതിലൂടെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക, അനന്തപുരി തറവാട്ടിൻ്റെ എല്ലാ അധികാരങ്ങളും കൈവശപ്പെടുത്തി അനന്തപുരി തറവാട്ടിലെ തറവാട്ടമ്മയായിട്ട് മാറുവാൻ നമ്മുടെ അനാമിക പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഈ സമയത്തായിക്കോട്ടെ, ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുകയാണ്. നമ്മുടെ കനകയും ഗോവിന്ദനുമൊക്കെ നയനയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ താനുമായിട്ടുള്ള ബന്ധം പിന്നെ ഒരിക്കലും ഉണ്ടാകില്ല. അച്ഛനെന്നോ അമ്മയെന്നോ അനിയത്തിമാരെന്നോ പറഞ്ഞൊന്നും ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടെ അന്തം വിട്ട് നട്ടം തിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ നയന, അതിൻ്റെ ഇടയിൽപ്പെട്ട് മുങ്ങാങ്കുഴി കളിച്ച് നടക്കുന്ന നമ്മുടെ ദേവയാനി, കൂടെ ആദർശ്, ഇവരെല്ലാവരും കൂടി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഏതായാലും നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി. അനാമികയാണെങ്കിൽ ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് സത്യം പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. ഏതായാലും അനാമികയുടെ ഈ ഒരു സന്തോഷത്തെയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ദേവയാനിയുടെ ആ തീരുമാനം കേട്ട് എല്ലാവരും ഞെട്ടി. ദേവയാനി തന്റെ മരുമകളെ തിരിച്ചു വിളിക്കാൻ പോകുന്നു, ദേവയാനി തന്റെ മരുമകൾക്ക് സ്നേഹം കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടതും വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മുടെ അനാമിക സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, വല്യമ്മയ്ക്ക് എന്താ പറ്റിയത്, വല്യമ്മ എന്താ ഇങ്ങനെ മാറുന്നത്, അവള് വന്നാൽ എന്താ, വന്നില്ലെങ്കിൽ എന്താ, വല്യമ്മ എന്തിനാ അവളുടെ കാല് പിടിക്കാൻ പോകുന്നത്? അപ്പോഴൊക്കെ നമ്മുടെ ദേവയാനിക്ക് ഒരേ ഒരു ഉത്തരം പറയാനേ ഉള്ളൂ, എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, ആ മകന്റെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഇനി എനിക്കൊരു മകൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അവന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കേണ്ടത്, അവന് വേണ്ടിയല്ലേ ഞാൻ എവിടെയെങ്കിലും താഴേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നയനയെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ അതേ ഒരു കളി തന്നെയാണ് അനന്തപുരി തറവാട്ടിൽ കളിക്കുന്നത്. എങ്കിലും കനകയുടെയും ഗോവിന്ദന്റെയും എടുത്ത് സത്യം തുറന്നു പറയേണ്ടി വരികയാണ് നമ്മുടെ ദേവയാനിക്ക്. ദേവയാനി മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. ഞാൻ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, പക്ഷേ ഞാൻ ഇവളെ സ്നേഹിക്കില്ല, ഇവളെന്റെ മരുമകളല്ല എന്നൊക്കെ പരമാവധി പറയാൻ ശ്രമിച്ചപ്പോൾ ഗോവിന്ദന്റെ ഓരോ ചോദ്യങ്ങൾക്കും മുമ്പിൽ ദേവയാനിയുടെ നില സത്യത്തിൽ ഗുരുതരമായി പോയി. കാരണം എന്തു പറയണം, എന്തു ചെയ്യണം. ലാസ്റ്റ് നമ്മുടെ നയനെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ തൻ്റെ മുഖം മൂടി അഴിച്ച് ദേവയാനിക്ക് വെച്ചേ പറ്റൂ എന്ന് മനസ്സിലായ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ദേവയാനി ആ യാഥാർത്ഥ്യങ്ങളെല്ലാം ഗോവിന്ദനോടും കനകയോടും നവ്യയോടും നന്ദുവിനോടൊക്കെ വെളിപ്പെടുത്തുന്ന ആ സന്ദർഭങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ദേവയാനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മൂർത്തിയോട് പറഞ്ഞു നോക്കി, വസന്തരയോട് പറഞ്ഞു നോക്കി, ആദർശിനോട് പറഞ്ഞു നോക്കി, ജയനോട് പറഞ്ഞു നോക്കി, ഇവരാരും വീഴുന്നില്ല. ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് പോയി കാല് പിടിക്കാൻ പറ്റില്ല, ഞങ്ങൾ പോയാലും അവള് വരില്ല, അപ്പൊ പിന്നെ നീ തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഒന്നെങ്കിൽ നീ നിന്റെ അഭിമാനം കാത്തു സംരക്ഷിക്കുക, അല്ലെങ്കിൽ നീ നിന്റെ മകന്റെ ജീവിതം കാത്തു സംരക്ഷിക്കുക. ഇതൊക്കെ നിന്റെ ഓപ്ഷനാണ്, നിനക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ദേവയാനി എന്നാണോ പറഞ്ഞത്. ദേവയാനി ഏത് തിരഞ്ഞെടുക്കും? അങ്ങനെ ഗതികെട്ട് നമ്മുടെ ദേവയാനി വിളിക്കുകയാണ് കനകയെ, നിന്റെ മകളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം. നീ ആർക്ക് മുമ്പിലാണ് ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നത്? നീ നിന്റെ മകളെ പറഞ്ഞു വിട്ടേ പറ്റൂ. നിന്റെ മകൾ ഈ വീട്ടിൽ വേണം, ഈ വീട്ടിന്റെ മരുമകളായിട്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശനും ജയേട്ടനും അജയനുമൊക്കെ കഴിയുന്നില്ല. ഇവിടെ നയനയില്ലാതെ അവർക്കൊന്നും പറ്റുന്നില്ല. അതുമാത്രമല്ല, മൂർത്തി സ്റ്റോലുകളുടെ പല ഡിസൈൻസുകളും അവിടെ മുടങ്ങിക്കിടക്കാണ്. ഇതൊക്കെ പുനരാരംഭിക്കണമെങ്കിൽ ആര് വരണം? നീ വന്നേ പറ്റൂ. കനകദുർഗയല്ല, സോറി, നമ്മുടെ നയന വന്നേ പറ്റൂ. കനകെ, നീ കളിക്കരുത്, അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം. ഇല്ല, ദേവയാനി ചേച്ചി പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. എൻ്റെ മകൾ ഇനി അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരേണ്ടവളല്ല. എൻ്റെ മരുമകള് ഇവിടെ നിൽക്കട്ടെ.
എൻ്റെ മരുമകളല്ല, സോറി, എൻ്റെ മകള് ഇവിടെ നിൽക്കട്ടെ. എൻ്റെ മകൾക്ക് കഴിക്കാനുള്ള ആഹാരം കൊടുക്കാനും വസ്ത്രവും പാർപ്പിടവും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു വീട് ഒഴിയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണവുമുണ്ട്. ഇത് ദേവയാനി ചേച്ചിയുടെ മകൻ ആദർശ് ഞങ്ങൾക്ക് തന്ന വീടാണ്. അപ്പൊ ഇത് ഞങ്ങൾ ഒഴിഞ്ഞേ പറ്റൂ. ഏതായാലും ബന്ധമൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതോടുകൂടി തന്നെ ഈ വീട് ഞങ്ങൾ ഒഴിയും. അതിന് ചിലപ്പോൾ ഒരാഴ്ച സമയം വേണ്ടി വരും. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മരുമകളെ അംഗീകരിക്കാത്തൊരു കുടുംബത്തിലേക്ക്, അമ്മായിയമ്മ അംഗീകരിക്കാത്തൊരു സ്ഥലത്തേക്ക് എൻ്റെ മകളെ ഞാൻ ഇനി പറഞ്ഞയച്ച് വെള്ളം കുടിപ്പിക്കില്ല. അതുമാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറിക്ക് നയന മാത്രമേ ഉള്ളൂ ഡിസൈനർ. വേറെ ആരെങ്കിലും നിയമിക്കൂ. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നയനയെക്കാളും പ്രഫക്തയായ എത്ര പേരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവളെക്കാളും എഡ്യൂക്കേഷനും അവളെക്കാളും ഒക്കെ എത്ര 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 ഉയർന്ന ആൾക്കാരെ ചീഫ് ഡിസൈനറായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് ആദർശിന്റെ മുത്തച്ഛനൊക്കെ കഴിയുന്ന ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നയന അവിടെ നിന്ന് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജ്വല്ലറിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ അവിടെ വേറെ ഏതെങ്കിലും ജ്വല്ലറിയിലോ വേറെ എവിടെയെങ്കിലും ഡിസൈനറായിട്ട് കയറി കഴിഞ്ഞാൽ തന്നെ അത് അവളുടെ തീരുമാനമാണ്. അത് പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഏതായാലും ഞാൻ വെക്കാൻ പോവാ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? ദേവയാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ആകെപ്പാടെ ചക്രശ്വാസം വലിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ. രണ്ടും കൽപ്പിച്ച് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് വിട്ടടിച്ചു പോവുകയാണ്. അനാമിക വേണ്ട, അരുത്, പോകരുത് വല്യമ്മേ, പോകരുത്, അങ്ങനെ പോയാൽ ശരിയാവില്ല വല്യമ്മേ, വല്യമ്മ നാണം കെടരുത്. ജലജയും പറഞ്ഞു വേണ്ട ഏടത്തി, വേണ്ട പോകണ്ട. കൂടെ നമ്മുടെ ജാനകിയും പറഞ്ഞു വേണ്ട പോകണ്ട ഏടത്തി. ഇതൊന്നും കേൾക്കാതെ ആരുടെയും ഒരു അഭിപ്രായവും കേൾക്കാതെ നോക്കി നിൽക്കാതെ നമ്മുടെ ദേവയാനി ചെല്ലുകയാണ്. എങ്ങോട്ട്? നന്ദാവനത്തിലേക്ക്. അങ്ങനെ അവിടെ ചെല്ലുന്നു. നമ്മുടെ ദേവയാനിയെ കണ്ടതും ഒരു പരുങ്ങലോടെ, ഒരു പുച്ഛഭാവത്തോടു കൂടി തന്നെയാണ് കനക നിൽക്കുന്നത്. കനക, കടന്നു വരൂ ദേവയാനി ചേച്ചി, കടന്നു വരൂ എന്ന് പറയുന്നു. എപ്പോഴുമുള്ള ഒരു മുഖഭാവമൊന്നുമല്ല നമ്മുടെ ദേവയാനിക്ക് അത് നന്നായിട്ട് അറിയാം. ഒരു പുച്ഛമോ എന്തൊക്കെയോ ഒരു അഹങ്കാരമോ ഒക്കെ നമ്മുടെ കനകയുടെ മുഖഭാവത്തിലുണ്ട്. ഈ മുഖഭാവം കണ്ട ഉടനെ തന്നെ കനകയോട് ചോദിക്കുന്നത്, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല. എനിക്ക് നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ആരോടാണ് വാശി കാണിക്കുന്നത്? നിങ്ങളുടെ മകളുടെ ജീവിതം വെച്ചല്ലേ നിങ്ങൾ കളിക്കുന്നത്? എൻ്റെ മകന് അവളില്ലാതെ പറ്റില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് നയനയാണ് കാണേണ്ടത്. നയനയെ ഒന്ന് മിണ്ടാനോ സംസാരിക്കാനോ, എനിക്ക് നയനയെ ഒന്ന് കാണാനോ ഉള്ളൊരവസരം ഇവിടെ ആരും ഉണ്ടാക്കി തരുന്നില്ല. എനിക്കിപ്പം നയനയെ കാണണമെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ ഇങ്ങ് വന്നിട്ട്, നിൽക്ക്, ദേവയാനി ചേച്ചിയോട് ബഹുമാനമുണ്ട് ഞങ്ങൾക്ക്. ഒരു ദിവസം ഇതുപോലെ നയനിയെ വന്ന് കൂട്ടിക്കൊണ്ട് പോയ ആ ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദേവയാനി ചേച്ചി വന്ന് ഒറ്റയ്ക്ക് ഒരു റൂമിൽ കയറി സംസാരിച്ച് ദേവയാനി ചേച്ചി തന്നെ അവളെ കൊണ്ടുപോയി. പക്ഷെ ഇനി അത് പറ്റില്ല. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ മകളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെ പറയുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ദേവയാനി പൊട്ടിത്തെറിക്കുകയാണ്, നിന്ന് വീർക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കനക പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും ഞങ്ങളുടെ മകളാണ്, ഞാൻ ജന്മം നൽകിയ എൻ്റെ മകളാണ്. അവളെ വിടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് അവളിപ്പോൾ തൽക്കാലം അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇത് കനകയുടെയും ഗോവിന്ദന്റെയും അവസാന തീരുമാനമാണ്. ദേവയാനി ചേച്ചിക്ക് വരാം, മരുമകളെ കാണാം, സംസാരിക്കാം. പക്ഷെ അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞു വിടില്ല. എൻ്റെ മകളുടെ ജീവിതം അതെനിക്ക് വലുത് തന്നെയാണ്. അവളെ നിങ്ങളുടെ ഓരോരുത്തരായി അവിടെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരായി അവളെ പൊട്ടിയാക്കുന്നുണ്ട്, പൊട്ടിക്കളിപ്പിക്കുന്നുണ്ട്. അടുക്കളയിൽ കയറ്റാനോ ആഹാരം വിളമ്പാനോ ഒന്നും സമ്മതിക്കാതെ എൻ്റെ മകളെ മാറ്റി നിർത്തുന്നുണ്ട്. എന്തിന്? എൻ്റെ മകൾ നിങ്ങൾക്കൊക്കെ വിഷം തരുമോ എന്നുള്ള പേടി. ഒരിക്കലും എൻ്റെ മകൾ നിങ്ങൾക്ക് വിഷം തന്നിട്ടില്ല. അത് ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ആവർത്തിപ്പിച്ച് നിങ്ങളെ മനസ്സിലാക്കാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞിന് സമാധാനം വേണം. അവള് സമാധാനത്തോടു കൂടി ജീവിക്കുന്നത് കാണണം. ഇനിയിപ്പം ഇവള് ജീവിക്കുവാണെങ്കിൽ ആദർശനൊപ്പം വേറെ ഏതെങ്കിലും വീട്ടിൽ ജീവിക്കട്ടെ, അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അനന്തപുരി തറവാട്ടിലേക്ക്, അതും നിങ്ങളുള്ളിടത്തേക്ക് എൻ്റെ മകളെ പറഞ്ഞു വിടില്ല. ബാക്കി അവിടെയുള്ള സ്ത്രീകൾ എന്തു പറഞ്ഞോട്ടെ, പക്ഷേ നിങ്ങൾ അവളെ സ്വന്തം മകളായിട്ട് മരുമകളായിട്ട് കാണേണ്ടവരായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ കാണുന്നില്ല. പിന്നെ എന്തിനു ഞാൻ പറഞ്ഞു വിടണം? ഞങ്ങളുടെ മകൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികപ്പറ്റാണ്, നിങ്ങൾക്ക് ഉറക്കമില്ല, സമാധാനമില്ല, എൻ്റെ മകളെ കാണുന്നത് അശകുരമാണ്. ഇതൊക്കെ നിങ്ങൾ ആവർത്തിച്ച് ഓരോ ദിവസം പറയുന്നുണ്ടല്ലോ, പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ടല്ലോ. അന്ന് ഞങ്ങൾ വന്നു 7-ാം മാസ ചടങ്ങിന്.
അന്നും നിങ്ങൾ ഞങ്ങളുടെ മോക്ക് പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഓരോന്ന് സംസാരിച്ചു. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, ഇതെല്ലാം നിങ്ങളുടെ അഭിനയമല്ലല്ലോ, യാഥാർത്ഥ്യമാണല്ലോ അല്ലേ എന്ന് നമ്മുടെ കനക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംസാരിക്കാൻ പറ്റത്തില്ലാത്തൊരു വിതുമ്പല്, ആ ഒരു വിതുമ്പലിലൂടെയാണ് നമ്മുടെ ദേവയാനി കടന്നുപോയത്. കുറേ നേരം കേട്ടു, സഹിച്ചു. നിങ്ങൾ ഞങ്ങളുടെ മകൾക്ക് പട്ടിയുടെ സ്ഥാനമാണ് കൊടുക്കുന്നത്, സ്നേഹം കൊടുക്കുന്നില്ല എന്നൊക്കെ ഇത് ആവർത്തിച്ച് കേട്ടതും നമ്മുടെ ദേവയാനി പറഞ്ഞു, കനകെ നീ നിർത്ത്, മതി മതി മതി, നിർത്ത്, ഇനി കൂടുതലൊന്നും സംസാരിക്കരുത്, ഇവിടെ ആരും ഒന്നും സംസാരിക്കരുത്. എന്റെ നയനമോൾ എന്തിയെ എന്ന് ചോദിച്ചപ്പോൾ നയനമോൾ പെട്ടെന്ന് ഇറങ്ങി വന്നത് നയനയുടെ അടുത്ത് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട്, ഇവളെയാണോ ഞാൻ വെറുക്കണത്, ഇവളെയാണോ ഞാൻ വേദനിപ്പിക്കുന്നത്, നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നയനയുടെ മുഖത്ത് നോക്കി, മോളെ നിന്നെ ഈ അമ്മ വെറുക്കുന്നുണ്ടോ, വേദനിപ്പിക്കുന്നുണ്ടോ? ഈ അമ്മയ്ക്ക് ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലുത് ആരാന്നും മോക്കറിയാലോ, എന്റെ മരുമകളാ, ഇവളെന്റെ മരുമകളല്ല, ഇവളെന്റെ സ്വന്തം മകളാ, എനിക്ക് ജീവൻ തന്ന എന്റെ ഈശ്വരനാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ നയനയുടെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. കനകയും ഗോവിന്ദനും ഒക്കെ ഇത് കാണുന്നു. നവ്യക്കൊക്കെ വല്ലാത്ത അതിശയം. നവ്യയ്ക്ക് ആശ്ചര്യപ്പെട്ട് നോക്കുകയാണ്. നവ്യക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും നവ്യക്ക് മാത്രമാണ് അറിയാത്തത്, വേറെ എല്ലാവർക്കും അറിയാം. കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനും ഒക്കെ അറിയാം. നവ്യ അമ്മേ ഇതെന്താ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇത് സ്വപ്നമാണോ എന്നുള്ള രീതിയിൽ നോക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ കനക കൈകൊട്ടിയിട്ട് മനസ്സിലായി, ഇത് എനിക്ക് മുന്നേ മനസ്സിലായായിരുന്നു. മതി, അമ്മായിയമ്മയുടെയും മരുമകളുടെയും പെർഫോമൻസ് അത് മതി, ഇവട്ടം കൊണ്ട് അവസാനിപ്പിച്ചോ. അതിനുവേണ്ടി മാത്രമാ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്, അതിനുവേണ്ടി മാത്രമാ ഞാനും എൻ്റെ ഗോവിന്ദേട്ടനും നന്ദുവൊക്കെ ഇത്രയും മാത്രം കഷ്ടപ്പെട്ടത്. ഈ ഒരു കാഴ്ച കാണാന്, ഞങ്ങളുടെ കണ്ണ് നനയിക്കുന്ന ഈ കാഴ്ച കാണാന് ഞങ്ങൾക്കറിയായിരുന്നു. ദേവയാനി ചേച്ചി ബുദ്ധിമുട്ടിപ്പിച്ചതിൽ ക്ഷമിക്കണം, ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം മൂടി വലിച്ചു കീറാൻ വേറൊരു ഇതില്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഗോവിന്ദനും പറഞ്ഞു, ദേവയാനി ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കറിയാമായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു, ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട. അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ച വിവരം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതും ചെയ്തതും ഒക്കെ. ഏതായാലും ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ നിന്നും മായുന്നതല്ല, കണ്ണിൽ നിന്നും ചിമ്മി പോകുന്നതല്ല. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്രയുമൊക്കെ സഹിച്ചത്. എൻ്റെ മോളോട് ഇതുവരെ ഞാൻ എതിർത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല, എൻ്റെ മകളോട് അരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മകളെ ഞാൻ ഒരുപാട് പേടിപ്പിച്ചു, വഴക്ക് പറഞ്ഞു. എന്തിന്? ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി. ഇത് കണ്ടതും കേട്ടതും നമ്മുടെ നയനയും ദേവയാനിയും ഞെട്ടിപ്പോയി, ആകെ ഞെട്ടിത്തരിച്ചു. എന്നിട്ട് ദേവയാനി പറഞ്ഞു, പറയരുത്, ഇതാരോടും പറയരുത്, അനന്തപുരി തറവാട്ടിൽ ഇതാരും അറിയരുത്. കാരണം ഒരുപാടുണ്ട്. എന്നെ പറ്റിച്ചു അവര്, നിങ്ങളൊക്കെ എന്നെ പറ്റിച്ചു, ശരിയാ. പക്ഷെ ഇനിയും ഒരുപാട് ഘട്ടങ്ങൾ കടന്നു മുന്നേറാനുണ്ട് ഞങ്ങൾക്ക്. എൻ്റെ മരുമകൾ ആ വീട്ടിൽ ഓരോ ദിവസവും കഴിയുന്നത് കുറച്ച് ഭൂതനകളുടെ പേടിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ കേട്ടും കണ്ടുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മരുമകളും ഒന്നിച്ചെന്നറിഞ്ഞാൽ അവരിനിയും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാരും അറിയരുത് എന്ന് നമ്മുടെ ദേവയാനി പറയുകയാണ്. ഏതായാലും അടിപൊളി ഒരു വിശേഷം തന്നെയാട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അടുത്ത ആഴ്ചയോട് കൂടിയൊക്കെ ആയിരിക്കും ഈ വിശേഷം വരിക. ഏതായാലും ഈ ആഴ്ച ഇനി കാണാൻ ചാൻസ് ഇല്ല. ഈ ആഴ്ച അവസാനത്തോടൊക്കെ കൂടി നമുക്ക് ഈ വിശേഷം ഒറിജിനൽ എപ്പിസോഡായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. ഇനി നാളെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.